ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനീഷ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സന്ദീപ് നായകനായെത്തിയ മിസ്റ്ററി ത്രില്ലർ സിനിമയായ എക്കോ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ നടക്കുന്നത് 1970-75 കാലഘട്ടത്തിലാണ്. സിനിമ തുടങ്ങുമ്പോൾ അപ്പൂട്ടി എന്നൊരു ജീപ്പ് ഡ്രൈവർ മോഹൻ പോത്തൻ എന്നയാളെ കേരള കർണാടക അതിർത്തിയിലുള്ള കാട്ടുകുന്ന് എന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി മോഹൻ പോത്തൻ ഇപ്പോഴുള്ള ലോഡ്ജിലേക്ക് വരുന്നതായാണ് കാണിക്കുന്നത്. ഈ കാട്ടുകുന്ന് എന്ന സ്ഥലം പേര് പോലെ തന്നെ ഒരു മലയാണ്. മലയുടെ അടിവാരത്തു നിന്നും ഒരു 3/4 മണിക്കൂർ ജീപ്പിൽ മല കയറണം. അതിനുശേഷം പിന്നീട് കുറെ നേരം നടക്കുകയും ചെയ്യണം. എന്നാലേ കാട്ടുകുന്നിൽ എത്തുകയുള്ളൂ. ഈ കാട്ടുകുന്ന് എന്ന മലയുടെ ഒരു 3/4 ഭാഗവും, അതായത് ഏകദേശം ഒരു 150 ഏക്കറോളം കുരിയച്ചൻ എന്ന ഒരാളുടേതായിരുന്നു. ഈ കുരിയച്ചൻ പട്ടിയൊക്കെ ബ്രീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. എങ്കിലും അത്യാവശ്യം എല്ലായിടത്തും കുരിയച്ചന് നല്ല പിടിപാടും ഉണ്ടായിരുന്നു. ഈ കുരിയച്ചനും മോഹൻ പോത്തനുമെല്ലാം പഴയ കൂട്ടുകാരാണ്. ഇവരൊന്നിച്ച് പണ്ട് പട്ടികളെ കുറിച്ച് പഠിക്കുന്നതിനായി മലേഷ്യയിലൊക്കെ പോയിട്ടുണ്ട്. ഈ മോഹൻ പോത്തൻ ഇപ്പോൾ മല കയറി കാട്ടുകുന്നിലേക്ക് പോകുന്നതും തന്റെ കയ്യിലുള്ള ഒരു പട്ടിയെ ബ്രീഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒരു പട്ടിയെ ബ്രീഡ് ചെയ്യിക്കാൻ എന്തിനാണ് ഈ മലയാള മലയൊക്കെ കയറി കാട്ടുകുന്നിലേക്ക് വന്നിരിക്കുന്നതെന്നല്ലേ? അതായത് പണ്ട് മലേഷ്യയിൽ മാത്രം ഉണ്ടായിരുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട ഒരു തരം പട്ടിയുണ്ട്. ആ ഇനത്തിൽപ്പെട്ട പട്ടി ഈ കാട്ടുകുന്നിലുമുണ്ട്. അതായത് നമ്മുടെ ബ്രീഡർ കുരിയച്ചനാണ് ആ ബ്രീഡിനെ ഈ കാട്ടുകുന്നിലേക്ക് കൊണ്ടുവന്നത്. ആ ബ്രീഡിൽ നിന്നും തന്റെ പട്ടിയെ ബ്രീഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് മോഹൻ പോത്തൻ ഇപ്പോൾ കാട്ടുകുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു മലയുടെ 3/4 ഭാഗവും കയ്യിലുമുണ്ട്, അത്യാവശ്യം പിടിപാടുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം ഇത്രയൊക്കെ കയ്യിലുണ്ടായിരുന്ന കുരിയച്ചനാണെങ്കിൽ 5-6 വർഷമായി ഒളിവിലാണ്. അതായത് പോലീസ് വലവിരിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു പിടികിട്ടാ പുള്ളിയായിരുന്നു കുരിയച്ചൻ. മാത്രവുമല്ല കുരിയച്ചന്റെ തലയ്ക്ക് സർക്കാർ റിവാർഡ് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടുകുന്നിലുള്ള കുരിയച്ചന്റെ വീട്ടിൽ കുരിയച്ചന്റെ ഭാര്യമാരിൽ ഒരാളായ മ്ലാത്തിച്ചേട്ടത്തിയാണ് താമസിക്കുന്നത്. ഭാര്യമാരിൽ ഒരാളെന്ന് പറയാൻ കാരണം കുരിയച്ചന് 3-4 സ്ഥലങ്ങളിലായി വേറെയും ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ മ്ലാത്തിച്ചേട്ടത്തി മലേഷ്യക്കാരിയാണ്. ഈ മ്ലാത്തിച്ചേട്ടത്തിയെ മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്ന കൂട്ടത്തിലാണ് മലേഷ്യയിൽ ഉണ്ടായിരുന്ന പ്രത്യേകതരം ബ്രീഡിനെയും കുരിയച്ചൻ കാട്ടുകുന്നിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ മോഹൻ പോത്തിനെ കാട്ടുകുന്നിൽ കൊണ്ടാക്കിയതിനു ശേഷം അപ്പൂട്ടി തന്റെ ജീപ്പുമായി മലയിറങ്ങി. പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. 150 ഏക്കർ കാടിന് നടുവിലുള്ള ആ ഒറ്റ വീട്ടിൽ മ്ലാത്തിച്ചേട്ടത്തി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ മ്ലാത്തിച്ചേട്ടത്തിയുടെ മക്കളിൽ ഒരാളായ ബോംബെയിലുള്ള ജോപ്പൻ പിയൂസ് എന്ന ഒരാളെ മ്ലാത്തിച്ചേട്ടത്തിയെ നോക്കാനായി നിർത്തിയിട്ടുണ്ട്. മ്ലാത്തിച്ചേട്ടത്തിയെ നോക്കാനായി നിൽക്കുന്ന ഈ പിയൂസ് ആണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. പിയൂസിനെ കൂടാതെ ആ മലമുകളിൽ മ്ലാത്തിച്ചേട്ടത്തിക്ക് കൂട്ടായി ഒരു 10-50 പട്ടികളും ഉണ്ടായിരുന്നു. അത് മ്ലാത്തിച്ചേട്ടത്തിയുടെ കൂടെ പണ്ട് കുരിയച്ചൻ മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്ന ബ്രീഡുകളായിരുന്നു. മ്ലാത്തിച്ചേട്ടത്തിയെ നോക്കാൻ പിയൂസിനെ ഏർപ്പാടാക്കിയത് ബോംബെയിലുള്ള മ്ലാത്തിച്ചേട്ടത്തിയുടെ മകൻ ജോപ്പൻ ആയിരുന്നല്ലോ. അതിനാൽ പിയൂസിന്റെ ശമ്പളം കൊടുത്തിരുന്നതും ജോപ്പൻ തന്നെയായിരുന്നു. പിയൂസിനുള്ള ശമ്പളം ജോപ്പൻ മണി ഓർഡർ ആയിട്ടായിരുന്നു അയച്ചിരുന്നത്. അങ്ങനെ അന്ന് പിയൂസിന് ശമ്പളം വരുന്ന ദിവസമായിരുന്നു. അതിനാൽ തന്നെ പിയൂസ് തന്റെ മണി ഓർഡർ വാങ്ങുന്നതിനായി അടിവാരത്തേക്ക് വന്നിരുന്നു. ആ അടിവാരത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നത് ജീപ്പ് ഡ്രൈവർ അപ്പൂട്ടിയുടെ മകളായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ എത്തിയ പിയൂസ് അപ്പൂട്ടിയുടെ മകളോട് ശമ്പളത്തിന്റെ 50 വീട്ടിലേക്കും 75 ഉണ്ണിക്കും അയച്ചു കൊടുത്തേക്കാൻ പറയുകയാണ്. അപ്പോഴാണ് പിയൂസിനെ കാണാനായി റിട്ടയർ ആയ പോലീസുകാരൻ പാപ്പച്ചൻ സാർ വരുന്നത്. പാപ്പച്ചൻ സാറിന്റെ കൂടെ മംഗലാപുരത്തു നിന്നും വന്ന ജോൺ പീറ്റർ എന്ന നേവി ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അവരെന്തിനാണ് പിയൂസിനെ കാണാൻ വന്നിരിക്കുന്നതെന്നല്ലേ? അതായത് കഴിഞ്ഞ 5-6 വർഷമായി പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം വല വിരിച്ച് തേടുന്നയാളാണല്ലോ ബ്രീഡർ കുരിയച്ചൻ. എന്നാൽ അവർക്കാർക്കും ഇതുവരെ കുരിയച്ചനെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. പിയൂസ് ഇപ്പോൾ 5-6 മാസമായി ബ്രീഡർ കുരിയച്ചന്റെ വീട്ടിലാണല്ലോ ജോലിക്ക് നിൽക്കുന്നത്. അതിനാൽ കുരിയച്ചനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ജോൺ പീറ്ററും പാപ്പച്ചൻ സാറും കൂടി പിയൂസിനെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ജോൺ പീറ്റർ കുരിയച്ചനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിയൂസിനോടും പാപ്പച്ചൻ സാറിനോടും എല്ലാം ചോദിച്ചറിയുകയാണ്. മ്ലാത്തിച്ചേട്ടത്തിക്ക് കുരിയച്ചന്റെ ലെറ്റർ എന്തെങ്കിലും വരാറുണ്ടോ എന്ന് ജോൺ പീറ്റർ ചോദിക്കുകയാണ്. അതിന് പാപ്പച്ചൻ സാറ് ഒളിവിലായ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് മൊത്തം 14 തവണ മ്ലാത്തിച്ചേട്ടത്തിക്ക് കുരിയച്ചന്റെ കത്തുകൾ വന്നിട്ടുണ്ട്. ആ കത്തുകളെല്ലാം പോലീസുകാർ ചെക്ക് ചെയ്തിട്ടാണ് മ്ലാത്തിച്ചേട്ടത്തിക്ക് കൊടുക്കാറുള്ളത്. എന്നാൽ ആ കത്തിൽ നിന്ന് യാതൊരു തുമ്പും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം സാധാരണ സുഖവിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തുകളാണ്. പോസ്റ്റ് ഓഫീസ് കോഡ് വെച്ച് നോക്കിയപ്പോൾ പലതും പല സ്ഥലത്തു നിന്നും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ജോൺ പീറ്റർ പിയൂസിനോട് കുരിയച്ചനെ അന്വേഷിച്ച് പോലീസ് അല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് പിയൂസ് ഒരു 5-6 മാസം മുമ്പ് കുറച്ചുപേർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് കുരിയച്ചനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ
പറയണമെന്നും പറഞ്ഞ് കോഴിക്കോടുള്ള ഒരു വാരികയുടെ അഡ്രസ്സും തന്നിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന പാപ്പച്ചൻ സാറ് അത് മിക്കവാറും കുരിയച്ചനിട്ട് പണിയാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. കാരണം അത് പണ്ട് എൽദോസ് എന്ന് പറഞ്ഞ ഒരാൾ നടത്തിക്കൊണ്ടിരുന്ന വാരികയാണ്. നക്സൽ ലഹളയെ കുറിച്ചുള്ള വാർത്ത അച്ചടിച്ചു വന്നതിന് അത് പൂട്ടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ജോൺ പീറ്റർ പിയൂസിനോട് കുരിയച്ചനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞു വരികയാണെങ്കിൽ സർക്കാർ റിവാർഡിനേക്കാൾ കൂടുതൽ പൈസ താൻ തരാമെന്നും പറഞ്ഞ് പിയൂസിനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഇവിടെ പിയൂസിനെ ജോൺ പീറ്റർ കൊണ്ടുപോയ സമയം ആരോ ഒരാൾ കുട കൊണ്ട് മുഖമെല്ലാം മറിച്ച് മ്ലാത്തിച്ചേട്ടത്തിയെ പിടികൂടുന്നതിനായി കാട്ടുകുന്നിലേക്ക് പോയിരുന്നു. എന്നാൽ അയാൾക്ക് മ്ലാത്തിച്ചേട്ടത്തിയുടെ 7 അയൽപക്കത്ത് വരാൻ കഴിഞ്ഞില്ല. കാരണം മ്ലാത്തിച്ചേട്ടത്തിക്ക് കാവലായി അവിടെ 19 പട്ടികൾ ഉണ്ടായിരുന്നു. പിയൂസ് പോയി കഴിഞ്ഞപ്പോൾ ജോൺ പീറ്ററും പാപ്പച്ചൻ സാറും കാറിൽ അവിടെ നിന്നും പോവുകയാണ്. അതേസമയം ജോൺ പീറ്റർ പാപ്പച്ചൻ സാറിനോട് നേരത്തെ നക്സൽസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഈ കുരിയച്ചനും നക്സൽസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ്. അതിന് പാപ്പച്ചൻ സാറ് 3-4 ജില്ലകളിലായി എസ്റ്റേറ്റും സ്വത്തുക്കളും എല്ലാം ഉണ്ട് കുരിയച്ചനും. ആ വഴിക്കായിരിക്കാം നക്സൽസ് പുറകെ കൂടിയതെന്നാണ് ആദ്യം കരുതിയത്. സാറ് കക്കയം പോലീസ് ക്യാമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കുരിയച്ചന്റെ കുറച്ച് അടുപ്പക്കാരും ആ ക്യാമ്പിൽ ജോലിക്കുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് തന്റെ പട്ടികളുമായി കുരിയച്ചനിടയ്ക്ക് ക്യാമ്പിലേക്ക് വരുമായിരുന്നു. അന്ന് ആ ക്യാമ്പിൽ നക്സൽ കേസിൽ കുറെ പേർ അകത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ കുരിയച്ചന്റെയും കുരിയച്ചന്റെ പട്ടിയുടെയും കൂടെ റൂമിനകത്തേക്ക് കയറ്റിവിടും. റൂമിനകത്താണെങ്കിൽ കുരിയച്ചനും കുരിയച്ചന്റെ പട്ടിയും പിന്നെ ആ കയറിയ ആളും മാത്രമേ കാണൂ. കുരിയച്ചന്റെ കൂടെയുള്ള പട്ടി കുരിയച്ചൻ എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. അന്ന് കുരിയച്ചൻ എന്തൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറിയിൽ കയറി അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അന്ന് അത് അനുഭവിച്ചവരിൽ ആരെങ്കിലും ആയിരിക്കും ഇപ്പോൾ പുറകെ കൂടിയത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. അതായത് അവർ പോയിക്കൊണ്ടിരുന്ന കാറിന്റെ ബ്രേക്ക് കേബിൾ ആരോ കട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യം. അവരാണെങ്കിൽ ആ സമയം മലയിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നിലാണെങ്കിൽ വലിയ കൊക്കകളും കൊടൂര വളവുകളും. എങ്കിലും ജോൺ പീറ്റർ തന്റെ ധൈര്യം കൈവിട്ടില്ല. അയാൾ വഴിയുടെ സൈഡിലുണ്ടായിരുന്ന ഒരു മരത്തിൽ ഇടിപ്പിച്ച് കാർ നിർത്തുകയും ചെയ്തു. അതേസമയം മ്ലാത്തിച്ചേട്ടത്തെയും പിയൂസിനെയും കാണിക്കുകയാണ്. പിയൂസ് ആണെങ്കിൽ ജോൺ പീറ്റർ പറഞ്ഞതനുസരിച്ച് മ്ലാത്തിച്ചേട്ടത്തിയുടെ അടുത്തു നിന്നും ഓരോരോ കാര്യങ്ങൾ പതിയെ പതിയെ ചോദിച്ചറിയാൻ തുടങ്ങിയിരുന്നു. മ്ലാത്തിച്ചേട്ടത്തി ആണെങ്കിൽ തന്റെ പഴയ കഥകളെല്ലാം പിയൂസിനോട് പറയാൻ തുടങ്ങി. അതായത് കുരിയച്ചന് പണ്ട് എല്ലാത്തിനേക്കാളും പ്രിയം പട്ടികളോടായിരുന്നു. ഈ പട്ടികളെ അന്വേഷിച്ചു വന്നപ്പോഴാണ് എന്നെ കണ്ടുമുട്ടിയതും. അതായത് ഒരു 10-30 കൊല്ലം മുമ്പ് ഇവിടെ നിന്നും മലേഷ്യയിലേക്ക് റബ്ബർ തോട്ടത്തിലേക്കും തേയിലത്തോട്ടത്തിലേക്കും മരപ്പണിക്കുമൊക്കെയായി ജോലിക്ക് ആളുകൾ വരുമായിരുന്നു. എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു ജോലിക്കായി മലേഷ്യയിലേക്ക് ആദ്യം വന്നത് കുരിയച്ചനാണ്. അതായത് പട്ടിക്കച്ചവടത്തിനായി. ആ സമയമാണെങ്കിൽ മലേഷ്യയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു പുഴയുടെ സൈഡിലുള്ള വീട്ടിലായിരുന്നു. മറു സൈഡിലാണെങ്കിൽ വലിയ കാടുമായിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭർത്താവ് യോഷിയയും. അന്ന് എന്റെ പേര് സോയി എന്നായിരുന്നു. അന്ന് എന്റെ ഭർത്താവ് യോഷിയ എന്നെ വിട്ട് ജോലിക്ക് പുറത്തു പോയാൽ 1-2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ. എങ്കിലും ആ വീട്ടിൽ ഞാൻ സേഫ് ആയിരുന്നു. കാരണം അന്നും ഇതുപോലെ തന്നെ വീടിന് ചുറ്റും ധാരാളം നായ്ക്കൾ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ വീടിന്റെ പുറത്തിറങ്ങേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു. എനിക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ വരെ അടുത്തുണ്ടായിരുന്ന കാട്ടിൽ നിന്നും ആ പട്ടികൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. അങ്ങനെ ആ പട്ടികളെ കുറിച്ചറിഞ്ഞ് അതിനെ കാണുന്നതിനും വാങ്ങുന്നതിനും വേണ്ടിയാണ് കുരിയച്ചനും കുരിയച്ചന്റെ കൂട്ടുകാരൻ മോഹൻ ബോത്തൻ എന്ന ഒരാളും കൂടി എന്റെ ഭർത്താവ് യോഷിയുടെ കൂടെ ആദ്യമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അന്ന് രാത്രി അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ താമസിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പട്ടികളെയെല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് പട്ടിയെ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് കുരിയച്ചനും മോഹൻ ബോത്തനും പോയി. ഒപ്പം എന്റെ ഭർത്താവ് യോഷിയയും. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് കുരിയച്ചനും മോഹൻ ബോത്തനും മാത്രമായി വന്നു. അതായത് എന്റെ ഭർത്താവ് യോഷിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതറിയിക്കാനാണ് അവർ വന്നത്. എന്നാൽ എനിക്ക് കാവൽ നിന്നിരുന്ന നായ്ക്കൾ അവരെ പുഴയിൽ നിന്നും എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. ഞാനും കുറെ പറഞ്ഞു നോക്കി. എത്രയൊക്കെ പറഞ്ഞിട്ടും ആ നായ്ക്കൾ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം കഴിഞ്ഞതിന് ശേഷം മോഹൻ ബോത്തൻ വേറെ ഒരു വള്ളത്തിൽ കയറി അവിടെ നിന്നും പോയി. എന്നാൽ കുരിയച്ചൻ ആ വള്ളത്തിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സത്യം അറിയുന്നത്. അതായത് ഞാൻ ആ വീട്ടിൽ തടവറയിലായിരുന്നു. ആ പട്ടികൾ എന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പട്ടി വന്ന് എന്റെ കാലിൽ കടിച്ചതിന് ശേഷം എന്നെ വീടിനകത്തേക്ക് തള്ളിയിട്ടത്. അത് കണ്ടിട്ട് ഒന്നും ചെയ്യാനാകാതെ കുരിയച്ചൻ അപ്പോഴും ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വാശിയുടെ കാര്യത്തിൽ കുരിയച്ചനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാരണം കുരിയച്ചൻ 3-4 ദിവസം ആ വള്ളത്തിൽ അവർ തന്നെ ഇരുന്നു. അതിനൊപ്പം ആ പട്ടികൾ
ദിവസങ്ങളും മാറി മാറി കാവൽ നിന്നു. എനിക്കാണെങ്കിൽ പട്ടി കടിച്ചതിന്റെ ഇൻഫെക്ഷൻ കൂടാൻ തുടങ്ങി. അവസാനം എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് കുരിയച്ചന് മനസ്സിലായെന്ന് തോന്നുന്നു. അതിനാൽ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൊണ്ട് കുരിയച്ചൻ ആ പട്ടികളെയെല്ലാം കൊന്ന് എന്നെ അവിടെ നിന്നും രക്ഷിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പട്ടികളുടെ തന്നെ കുഞ്ഞുങ്ങളാണ് ഇന്ന് ഇവിടെ ഉള്ളതെല്ലാം. അത് പെരുകി പെരുകി ഇത്രയുമായി. അങ്ങനെ മ്ലാത്തിച്ചേട്ടത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം പിയൂസ് ജോൺ പീറ്ററിന്റെ അടുത്ത് വന്ന് പറയുകയാണ്. ഇത്തവണ പിയൂസ് ജോൺ പീറ്ററിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കൂടെ ജീപ്പ് ഡ്രൈവറായ അപ്പൂട്ടിയും ഉണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജോൺ പീറ്റർ അപ്പൂട്ടിയോട് മ്ലാത്തിച്ചേട്ടത്തി പറഞ്ഞ കഥയിലെ മോഹൻ പോത്തൻ തന്നെയായിരിക്കും കുറെ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കാട്ടിൽ കൊണ്ടുവിട്ട മോഹൻ പോത്തൻ. അതിനപ്പൂട്ടി ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. മലയിൽ കൊണ്ടുവിട്ടിട്ട് 4 ആഴ്ചയായിട്ടും ആളെ കാണാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും തിരക്കിപ്പോയത്. എന്നാൽ 100-300 അടി താഴ്ചയിൽ നിന്നും അയാളുടെ 3 ആഴ്ച പഴക്കമുള്ള ശവമാണ് കിട്ടിയത്. മാത്രവുമല്ല അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടിയും ചത്തുപോയിരുന്നു. അതിന് ജോൺ പീറ്റർ മോഹൻ പോത്തനെ കൊന്നത് കുരിയച്ചനാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനപ്പൂട്ടി കുരിയച്ചനും മോഹൻ പോത്തനും നല്ല കൂട്ടുകാരായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അന്ന് മോഹൻ പോത്തനോട് സംസാരിച്ചപ്പോൾ അവർ തമ്മിൽ ശത്രുതയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ജോൺ പീറ്റർ ഇനി മ്ലാത്തിച്ചേട്ടത്തി എങ്ങാനുമാണോ ഇതിനു പിന്നിൽ? അതിനപ്പൂട്ടി മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ നിന്നും കുറെ ദൂരം ഇങ്ങോട്ട് മാറിയാണ് മോഹൻ പോത്തൻ ടെന്റ് അടിച്ചത്. മ്ലാത്തിച്ചേട്ടത്തി ആണെങ്കിൽ ആ വീട് വിട്ട് പുറത്തേക്ക് പോവുകയുമില്ല. അതിന് ജോൺ പീറ്റർ മ്ലാത്തിച്ചേട്ടത്തി അതിന് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കേട്ടത് വെച്ച് മ്ലാത്തിച്ചേട്ടത്തിക്ക് എന്തോ മലേഷ്യൻ കൂടോത്രമൊക്കെ വശമുണ്ടെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ഇനി അങ്ങനെ എങ്ങാനുമാണോ തീർത്തത്? അതിനപ്പൂട്ടി അതൊക്കെ ഈ നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാറേ. അതായത് പരിചയമില്ലാത്ത ആരെങ്കിലും കാട്ടുകുന്ന് കയറി പോവുകയാണെങ്കിൽ ഓരോ 100 അടി കഴിയുമ്പോഴും ഓരോ നായ വന്ന് വട്ടം നിൽക്കും. ഒപ്പം അത് കുറിച്ച് പേടിപ്പിക്കുകയും ചെയ്യും. അത് കേട്ട് എല്ലാവരും പേടിച്ച് തിരിച്ചു പോരും. പേടിയില്ലാത്തവർക്ക് പിന്നെയും പോകാം. എന്നാൽ അടുത്ത 100 അടി കഴിയുമ്പോൾ വേറെ ഒരു നായ വരും. അങ്ങനെ കുറെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു വേണം കുരിയച്ചന്റെ വീടെത്താൻ. ചുരുക്കി പറഞ്ഞാൽ മ്ലാത്തിച്ചേട്ടത്തിയെ ആരെങ്കിലും കാണണമെങ്കിൽ അതിന് മ്ലാത്തിച്ചേട്ടത്തി തന്നെ വിചാരിക്കണം. അതിനാണ് നാട്ടുകാർ കൂടോത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം പിയൂസ് അവിടെ നിന്നും മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അടിവാരത്ത് തടിലോറി ഓടിക്കുന്ന വേലായുധനും ക്ലീനർ സോമനും കൂടി പിയൂസിനെ തടഞ്ഞു നിർത്തുന്നത്. എന്നിട്ടവർ പിയൂസിനോട് പറയുകയാണ്, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലോഡ് എടുക്കാൻ നിന്റെ നാടായ പത്തനംതിട്ടയിലെ കോന്നിത്താഴത്ത് പോയിരുന്നു. അവിടെ ഞങ്ങൾ നിന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ അന്വേഷിക്കുകയല്ല, 2 ദിവസം മെനക്കെട്ട് അന്വേഷിച്ചു. എന്നാൽ അവിടെയുള്ള ആർക്കും പിയൂസ് എന്ന ഒരാളെ അറിയില്ല. അതിനാൽ ഇനി നീ കളിക്കാൻ നോക്കണ്ട. നീ ശരിക്കും വന്നിരിക്കുന്നത് ആ മ്ലാത്തിച്ചേട്ടത്തിയെ നോക്കാൻ വേണ്ടിയല്ല, മറിച്ച് കുരിയച്ചനെ തീർക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ നാടോ പേരോ ഒന്നും ഞങ്ങൾക്കറിയേണ്ട. കുരിയച്ചനെ തീർക്കാൻ 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ 100 കാരണങ്ങളും ഉണ്ടാകാം. അതായത് നമ്മളെല്ലാവരും ഒരേ വള്ളത്തിൽ പോകുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് നിന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങൾ ഇതൊന്നും വേറെ ആരോടും പറയാത്തത്. ആ കുരിയച്ചൻ ഇവിടം വിട്ട് വേറെ എവിടെയും പോയിട്ടില്ല. ഈ കാട്ടുകുന്നിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഞങ്ങൾ കുരിയച്ചന്റെ ബാക്കി വീടുകളിലെല്ലാം അന്വേഷിച്ചു. അവിടെയൊന്നും കുരിയച്ചൻ ചെന്നിട്ടില്ല. പോലീസുകാർ തപ്പി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കുരിയച്ചനെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നീ ഞങ്ങളെ സഹായിക്കണമെന്നും പറഞ്ഞ് പിയൂസിനെ അവർ പറഞ്ഞു വിടുകയാണ്. അതേസമയം വേലായുധൻ പിയൂസിനോട്, എടാ ഇനി ആ മോഹൻ പോത്തനെ നീയാണോടാ മലയിൽ നിന്നും താഴേക്ക് തള്ളിവിട്ടത് എന്ന് ചോദിക്കുകയാണ്. അതേസമയം സീൻ കട്ടായി മോഹൻ പോത്തൻ ഒരു മലയുടെ സൈഡിൽ നിൽക്കുന്നതായും ഒപ്പം പിയൂസ് പതിയെ പതിയെ മോഹൻ പോത്തന്റെ പുറകിലൂടെ വരുന്നതായും കാണിക്കുകയാണ്. ഇത് എക്കോ എന്ന സിനിമയുടെ ആദ്യത്തെ പാർട്ടാണ്. ഇനിയാണ് ഈ സിനിമയിലെ ട്വിസ്റ്റുകളും സംഭവങ്ങളും എല്ലാം വരാനിരിക്കുന്നത്. ഈ വീഡിയോയുടെ അടുത്ത പാർട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ മിസ്സാകാതിരിക്കാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.